ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടേതാണ്. അപ്പോൾ പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല കോംബോ ആയിട്ടുള്ള അടിപൊളി കറിയാണ്. ഞാനിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വെള്ളക്കടല വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ കടല വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കടലക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും കടല കുതിർത്ത് വെക്കണം. വെള്ളക്കടല ആയതുകൊണ്ട് കുറച്ച് ടൈം മതിയാവും. നമ്മുടെ സാധാരണ മറ്റേ കടലയാണെങ്കിൽ ചുരുങ്ങിയതൊരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അഥവാ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ 1-2 മണിക്കൂർ ചുടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാലും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കടലയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾ എടുക്കുന്ന കുക്കറിനും അനുസരിച്ച് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കടല അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം ഒന്ന് നന്നായിട്ട് തന്നെ മാറി കിട്ടണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ചെറിയ 1.5 സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള സവാളയാണെങ്കിൽ 1 മതിയാവും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ആ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് ആ ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടില്ല. അപ്പോൾ സവാള അവിടെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള കടലയും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് ഇതുപോലെ നന്നായിട്ട് കളറ് മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി പോവേണ്ട, ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണക്കം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ ആ ഒരു മസാലകളൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ള മല്ലിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചത് കാരണം അതിൽ കുറച്ച് ജീരകം അടങ്ങിയിട്ടുള്ളത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രമേ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടെ ആ ഒരു വെള്ളത്തോട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ കടല ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കടല വേവിച്ചെടുത്തിട്ടുള്ള കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മറ്റേ കടല വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ മുകളിൽ വിതറിയിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് കടലയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി കൂടുതൽ കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നാൽ ഒരുപാട് വെള്ളം കൂടി പോവുകയും വേണ്ട.
പിന്നെ ഈ ഒരു സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും, ഒരുപാട് വെന്ത് ഉടയണമെന്നൊന്നുമില്ല. അപ്പം തിളക്കുന്നതിന് മുന്നേ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടിയാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അവസാനം വേണമെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വിതറിയിട്ട് മുകളിൽ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി കറി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എല്ലാതും മുടങ്ങാതെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.